SIT എന്തെങ്കിലും ഒരു വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? സിദ്ദീഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത് അധികം വൈകാതെ തന്നെ പോലീസ് ആ നടപടിയിലേക്ക് കടക്കുമെന്ന ഒരു ഉറപ്പിലാണോ ഇപ്പോൾ? ദിവിഷ്, പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് പുതിയ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു. സിദ്ദീഖിനെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദീഖ് ഒളിവിലാണ് എന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. സിദ്ദീഖിന് വേണ്ടി കൊച്ചി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ സിദ്ദീഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടിപ്പോൾ മുന്നോട്ട് പോകുന്നത്. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ വേണം. ഇനി അതുമാത്രമാണ് ഈ അന്വേഷണത്തിൽ ബാക്കിയുള്ളത്. മറ്റ് തെളിവ് ശേഖരണം, സാക്ഷിമൊഴികൾ എടുക്കുന്നത് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. പിന്നീട് പോലീസ് കാത്തിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ തീരുമാനമാണ്. അത് വന്നു കഴിഞ്ഞു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദീഖിന് അനുകൂലമായൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതോടുകൂടി സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്കാണ് അന്വേഷണ സംഘം തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ സിദ്ദീഖ് ഇപ്പോഴും ഒളിവിലാണ്. സംസ്ഥാനം വിടാനോ രാജ്യം വിടാനോ ഉള്ള നീക്കങ്ങൾ ഒക്കെ അന്വേഷണ സംഘം അതിനൊക്കെ അത്തരം നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ലുക്കൌട്ട് സർക്കുലർ അടക്കം പുറത്തിറക്കി ആ നീക്കങ്ങളൊക്കെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് സിദ്ദീഖ് ഇപ്പോഴുള്ളത് എന്നുള്ളത് സംബന്ധിച്ചൊരു വിവരവും നമുക്ക് വ്യക്തമാകുന്നില്ല. അന്വേഷണ സംഘത്തിന് അത്തരം സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ തന്നെ സിദ്ദീഖ് ഒരു പക്ഷേ സ്ഥിരമുണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. മാത്രമല്ല, സുപ്രീം കോടതിയിൽ പോകുന്നത് വരെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു നീക്കം സിദ്ദീഖിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ള അനുമാനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം നൽകാൻ അന്വേഷണ സംഘം ഒരുക്കമല്ല ഈ ഘട്ടത്തിൽ. കാരണം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ്. സ്വാധീനശേഷിയുള്ള വ്യക്തിയാണ്. സിദ്ദീഖ് ഈ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കും എന്നുള്ളത് പരാതിക്കാർ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെ പരാതിയായി നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് തന്നെ വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ സിദ്ദീഖിനെ പറ്റി ഒരു വിവരവും പുറത്തു വരുന്നില്ല. സിദ്ദീഖ് എവിടെയാണ് എന്ന് അറിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ പോലും ഈ ഘട്ടത്തിൽ അത് പുറത്തു വരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം സിദ്ദീഖിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതുവരെ വിവരങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നീക്കം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിദ്ദീഖ് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയില്ല. ഏതായാലും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന്, പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദിവിഷ്.